ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമയുടെ വീട്ടിലെത്തിയ ശിവനോട് ഇനി ഈ വീട്ടിൽ നിനക്ക് യാതൊരു അവകാശവുമില്ല എന്നും ഇനി ഇവിടെ നിനക്ക് യാതൊരു ജോലിയുമില്ലെന്നും ഇനി ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലെന്നും എന്റെ മകനെ കൊന്നുകളഞ്ഞ അവളെ സംരക്ഷിക്കുകയല്ലേ നീ ഇപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ മകനെ കൊല ചെയ്യാൻ നീയും കൂട്ടുനിന്നോ എന്ന് എനിക്ക് സംശയമുണ്ട്. നിനക്ക് പ്രത്യക്ഷത്തിൽ അതുമായി യാതൊരു ബന്ധമില്ലെങ്കിലും നീ അവളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അവൾക്ക് ഇത്രയും ധൈര്യം ഉണ്ടാവില്ല. എന്തായാലും ഒരു പെറ്റമ്മയുടെ മനസ്സ് തകർന്നുള്ള നൊന്തുള്ള ശാപമാണ് നീ കേൾക്കുന്നത്. നീ ഒരു കാലത്ത് ഗുണം പിടിക്കില്ല. കാരണം എന്റെ രാഘവേട്ടൻ നിന്നെ വിഷ്ണു എന്ന് വിളിക്കുമ്പോൾ എങ്ങനെയാണെങ്കിലും വിഷ്ണുവിനെ പോലെ എന്റെ രാഘവേട്ടൻ നിന്നെ സ്നേഹിച്ചു. എന്തായാലും രാഘവേട്ടനെ പോലെ തന്നെ ഞാൻ പ്രകടിപ്പിച്ചില്ലെങ്കിലും അതേപോലെ തന്നെയായിരുന്നു ഞാൻ നിന്നെ സ്നേഹിച്ചത്. എന്റെ മോനെ പോലെ തന്നെയാണ് ഞാൻ നിന്നെ കണ്ടത്. എന്നിട്ടും നീ ഈ ചെയ്തത് ഒരിക്കലും പൊറുക്കാനാവുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഒരു കാര്യം മാത്രമേ എനിക്ക് നിന്നോട് പറയുവാനുള്ളൂ. നീ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികളൊക്കെ നിനക്ക് തിരിച്ചടിയായി വരാൻ പോകുന്ന കാലമാണ് ഇനി വരുന്നത്. അത്രത്തോളം വലിയ വലിയ ക്രൂരതകളാണ് നീ അവൾക്കൊപ്പം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ മോനെ നീ ഇല്ലാതാക്കി. അതുകൊണ്ട് അവൾക്ക് അതിന് നീ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോ ശിവൻ സത്യാമ്മ ഞാൻ എന്ന് പറഞ്ഞ് സത്യാമ്മയുടെ സത്യങ്ങൾ വെളിപ്പെടുത്താൻ ശിവൻ ശ്രമിക്കുമ്പോഴേക്കും അത് കേൾക്കാൻ പോലും കൂട്ടാക്കാതെ അതിന് ചെവി കൊടുക്കാതെ നിൽക്കുന്ന സത്യഭാമയുടെ പ്രവൃത്തിക്ക് ഒടുവിൽ ശിവൻ ഒന്നും മിണ്ടാനാകാതെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ശിവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് രാഘവൻ നായർ ആ കാഴ്ച കാണുകയും എടാ മോനെ വിഷ്ണു എന്ന് അവിടെ നിന്ന് രാഘവൻ നായർ വിളിക്കുമ്പോൾ സത്യാമ്മ രാഘവൻ നായരോട് അവിടെ നിൽക്കാനായിട്ട് അറിയിച്ചു. രാഘവേട്ടൻ അവിടെ നിൽക്ക്, ഇല്ലെങ്കിൽ എനിക്ക് രാഘവേട്ടനെ പൂട്ടിയിടേണ്ടി വരുമെന്ന് അറിയിച്ചപ്പോ അതെന്താ എനിക്ക് എന്റെ മോനോട് സംസാരിക്കണ്ടേ എന്ന് ചോദിച്ചുള്ള രാഘവൻ നായരുടെ വരവ് കണ്ടതും സത്യഭാമ വേഗം തന്നെ രാഘവൻ നായരെ അകത്ത് നിർത്തി ആ വാതിൽ ലോക്ക് ചെയ്യുന്നു. ശിവൻ വേദനയോടെ ആ വീടിന്റെ പടിയിറങ്ങി മുന്നോട്ട് നടന്നീങ്ങി. കുറച്ചു ദൂരം പോയി കഴിയുമ്പോഴേക്കും ശിവനെ കാത്തിരുന്ന കുട്ടികൾ ഇത്രയും നേരമായിട്ടും ശിവനെ കാണാത്തതുകൊണ്ട് നിരാശയിൽ നിൽക്കുകയാണ്. ഉടനെ തന്നെ പപ്പിയും സത്യയും കൂടി റാണിയുടെ ഫോണിൽ നിന്ന് ശിവനെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്കിൾ എവിടെയാ? ഞങ്ങൾ എപ്പോഴേ റെഡിയായി നിൽക്കുന്നോ? അത് കേട്ടതും ശിവൻ പറഞ്ഞു, ദാ ഇപ്പൊ തന്നെ എത്താം അങ്കിൾ, ഇപ്പൊ തന്നെ വരാം എന്ന് പറഞ്ഞ് ശിവൻ ഫോൺ വെച്ചു. ഈ സമയം പ്രകാശ് ചന്ദ്രയുടെ സാധനങ്ങൾ ചന്ദ്രയ്ക്ക് വേണ്ടി വാങ്ങിച്ച ആ ഡ്രസ് പാക്കറ്റ് എടുക്കാനായി കടയിലേക്ക് പോയ പ്രകാശ് തിരിച്ചു മടങ്ങി വരുന്ന വഴിയിലാണ് ആ വഴിയിൽ വെച്ച് തന്റെ ഒരു സുഹൃത്തിനെ പ്രകാശ് കണ്ടത്. പെട്ടെന്ന് അവർ അവിടെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഹായ് പ്രകാശ് എന്ന് ഉറക്കെ വിളിച്ചതും ആ വിളി കേട്ട് പ്രകാശ് വേഗം വണ്ടി നിർത്തുന്നു. അപ്പോഴേക്കും പ്രകാശിനെ ഫോളോ ചെയ്തു വന്ന മഹേന്ദ്രന്റെ ഗുണ്ട കൃത്യമായി പ്രകാശിനെ കണ്ടു കഴിഞ്ഞിരുന്നു. പ്രകാശ് വണ്ടി നിർത്തി റോഡ് ക്രോസ് ചെയ്യാനായിട്ട് മുന്നോട്ട് നടന്നു നീങ്ങുന്ന ആ തക്കത്തിന് വേഗത്തിൽ കാറ് വന്ന് പ്രകാശിനെ ആഞ്ഞിരിക്കുന്നു. പ്രകാശ് ആ നിമിഷം തന്നെ ആ റോഡിൽ തലയിടിച്ച് വീണ് മാരകമായ പരിക്കുകളോടെ അവിടെ നിലംപതിച്ച് കിടക്കുന്ന കാഴ്ച കണ്ട് അപ്പുറത്ത് നിന്നിരുന്ന പ്രകാശിന്റെ സുഹൃത്തുക്കളോടി പ്രകാശിനരികിലേക്ക് ഓടിയെത്തുമ്പോഴേക്കും വേഗം അയാൾ തന്റെ കാറും എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞിരുന്നു. പിന്നീട് പ്രകാശിനെ വേഗം ഒരു ആംബുലൻസിലേക്ക് കയറ്റി അവിടുന്ന് ആളുകൾ കൊണ്ടുപോകുന്ന സമയത്താണ് ശിവൻ ആ സ്റ്റോപ്പിലേക്ക് വന്നെത്തിയത്. എന്താ അവിടെ സംഭവിച്ചത് ചേട്ടാ എന്ന് അവിടെ നിൽക്കുന്ന ഒരാളോട് അന്വേഷിച്ചപ്പോ ഒരു ആക്സിഡന്റ് സംഭവിച്ചതാണ് എന്നറിയിച്ചു. ആള് തീർന്നെന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് മടങ്ങുമ്പോഴേക്കും അത് പ്രകാശിനാണ് അങ്ങനെ ഒരു അപകടം ഉണ്ടായതെന്നും പ്രകാശാണ് ആ അവസ്ഥയിൽ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ള വിവരം പോലും അറിയാതെ ശിവൻ മറ്റൊരു വണ്ടിയിൽ അവിടെ നിന്ന് നേരെ തന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ഈ സമയം ഇതൊന്നും അറിയാതെ തനിച്ച് അവിടെ റെസ്റ്റോറന്റിൽ ഇരിക്കുന്ന ചന്ദ്ര കുറെ നേരമായിട്ടും പ്രകാശിനെ കാണാതായപ്പോ പ്രകാശിന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കുന്നു. പ്രകാശിന്റെ ഫോൺ തൊട്ടരികിലിരുന്ന് റിങ് ചെയ്യുന്ന കേട്ടപ്പോഴാണ് പ്രകാശ് ഫോൺ കൊണ്ടുപോയിട്ടിരുന്നില്ല എന്ന സത്യം ചന്ദ്ര മനസ്സിലാക്കുന്നത്. ഈ സമയം കുട്ടികൾക്കരികിലേക്ക് ശിവൻ തിരിച്ചെത്തുന്നു. ശിവൻ അവിടേക്ക് വന്നെത്തിയതും ശിവനെ കണ്ടതും കുട്ടികൾ തുള്ളിച്ചാടുകയാണ്. ശിവനങ്ങൾ വന്നേ എന്ന് പറഞ്ഞ് കുട്ടികൾ വളരെ സന്തോഷത്തോടെ തുള്ളിച്ചാടി. അപ്പോഴേക്കും ശിവൻ പറഞ്ഞു, മക്കള് റെഡിയായിട്ട് ഒത്തിരി നേരമായോ എന്ന് ചോദിച്ചപ്പോഴേക്കും അല്ല അങ്കിൾ എന്താ ജീപ്പ് എടുക്കാതിരുന്നത്? ജീപ്പ് എന്താ കൊണ്ടുവരാഞ്ഞത്? ജീപ്പിലായിരുന്നെങ്കിൽ അത് നല്ല രസമായിരുന്നു എന്ന് പപ്പിമോൾ അറിയിച്ചപ്പോ ശിവൻ പറഞ്ഞു, നമുക്ക് ബുള്ളറ്റിൽ പോകാം മക്കളെ, ബുള്ളറ്റിലെ യാത്രയും അതൊരു സുഖമുള്ളതാണ് എന്ന് കുട്ടികളോട് ശിവൻ അവിടെ ഉണ്ടായ സംഭവങ്ങൾ തുറന്നു പറയാതെ മനഃപൂർവ്വം മറച്ചു വെച്ച് കുട്ടികൾക്ക് അങ്ങനെ ഒരു വൈബ് ഉണ്ടാകുന്നത് നല്ലതാണെന്ന് കുട്ടികളുടെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം. അങ്ങനെ കുട്ടികൾ ശിവന്റെ കൂടെ ബൈക്കിന് പോകാൻ തന്നെ തയ്യാറാകുന്നു. ഈ സമയത്താണ് ശിവന്റെ ഫോണിലേക്ക് ചന്ദ്രയുടെ കോൾ എത്തുന്നത്. ചന്ദ്ര വിളിച്ച്, ശിവേട്ട ഞാൻ റെസ്റ്റോറന്റിലാണെന്നും പ്രകാശ്
തന്നെ ഇവിടെ ഇരുത്തിയിട്ട് കട വരെ പോയതാണെന്നും ഞങ്ങൾ ഷോപ്പിംഗ് നടത്തിയ കടയിൽ നിന്ന് 1-2 പാക്കറ്റ്സ് എടുക്കാൻ മറന്നുപോയി, അതെടുക്കാനായിട്ട് പ്രകാശ് പോയിരിക്കുകയാണെന്നുള്ള വിവരം ശിവനോട് ചന്ദ്രയെ അറിയിച്ചു. ഇത്രയും നേരമായിട്ടും പ്രകാശ് മടങ്ങി എത്തിയിട്ടില്ല എന്ന് ചന്ദ്ര പറയുമ്പോ ശിവൻ പറഞ്ഞു, എന്നാ പ്രകാശിനെ വിളിച്ചു നോക്കാൻ പാടില്ലായിരുന്നോ? പ്രകാശ് പക്ഷെ ഫോൺ കൊണ്ടുപോയിട്ടില്ലേട്ടാ എന്നതായിരുന്നു ചന്ദ്രയുടെ മറുപടി. എന്തായാലും സാരയില്ല, ഒരു കാര്യം ചെയ്യ്, നീ വേഗം അവിടെ നിന്ന് റെസ്റ്റോറന്റിൽ നിന്ന് ബില്ല് പേ ചെയ്തിട്ട് വേഗം നീങ്ങി പോരെ. ഇനി ഇത്രയും നേരമായില്ലേ, പ്രകാശ് എന്തായാലും നേരെ വീട്ടിലേക്ക് വന്നോളും എന്ന് പറഞ്ഞ് ശിവൻ പ്രകാശിനെ താൻ കൂടി അന്വേഷിക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് കുട്ടികളെയും കൂട്ടി ഔട്ടിങ്ങിന് പോകാനായിട്ട് തയ്യാറായി നിൽക്കുമ്പോൾ, എന്തായാലും നീ വന്നിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് ശിവൻ അവിടെ നിന്നു. ഈ സമയത്ത് ശാലിനി അവിടെ കളക്ടറേറ്റിലേക്ക് എത്തിയതും ശാലിനിയുടെ അരികിലേക്ക് വന്ന് അനുപല്ലവി പറഞ്ഞു, മേഡം കുറെ നേരമായി ചേച്ചി ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുകയായിരുന്നു. ചേച്ചിയുടെ വരവ് കണ്ടപ്പോ അത് ശരിക്കും ജോൺ അബ്രഹാം സാറും ഇവിടെയുള്ള മറ്റു ചില ആളുകളും ചേർന്ന് ഇവിടേക്ക് ശാരിക ചേച്ചി വന്നത് ഒട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിലായിരുന്നു അവർ പെരുമാറുന്നത്. ഇത് വലിയൊരു ഇഷ്യൂ ആക്കാനുള്ള ശ്രമമായിരുന്നു ജോൺ സാറിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഞാനൊരു വിധത്തിൽ പറഞ്ഞ് അവരുടെ ആ ഒരു നീക്കത്തെ ഒരു വിധത്തിൽ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് എന്ന് വേഗം തന്നെ അനുപല്ലവി കാര്യങ്ങൾ ശാലിനിയെ ധരിപ്പിക്കുന്നു. എല്ലാം കേട്ടതിന് ശേഷം ശാലിനി പറഞ്ഞു, എന്തായാലും ചേച്ചി എവിടെ എന്ന് ചോദിച്ചപ്പോ, മേഡം മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് കോള് വന്നിരുന്നു, എത്രയും വേഗം തന്നെ ആ ഫയല് സാറിന് ഫോർവേഡ് ചെയ്യണമെന്നാണ് അറിയിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോ അത് കേട്ടതോടെ ശാലിനി പറഞ്ഞു, ഇതാ ഈ ഫയൽ കൂടി കൊടുത്തേക്കാനോ, ഇത് ഞാൻ എടുക്കാൻ വിട്ടുപോയിരുന്നു, അതെടുക്കാനായിട്ട് ഞാൻ വീട്ടിലേക്ക് പോയതാണ്, എന്തായാലും ഞാൻ ചേച്ചി ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ശാലിനി വേഗം തന്റെ ക്യാബിനിലേക്ക് കയറി ചെന്നു. പക്ഷെ അവിടെ എങ്ങും തന്നെ ശാരികയെ കാണാറായതോടെ അനുപല്ലവി വേഗം ശാലിനി വിളിച്ചു. അനു, ചേച്ചി ഇവിടെ ഇല്ലല്ലോ എന്ന് ചോദിച്ചതും അനു പറഞ്ഞു, മേഡം ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ ഈ ഫയലൊന്നും എടുക്കാനായി അപ്പുറത്തേക്ക് പോയതേ ഉള്ളൂ, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു മേഡം എന്ന് പറഞ്ഞ് ശാലിനിയോട് അവിടെ ഉണ്ടായിരുന്നു എന്ന് അനു ഉറപ്പിച്ചു പറയുമ്പോഴേക്കും, എന്തായാലും ചേച്ചി സുഖമില്ലാത്ത അവസ്ഥയിലാണ്, എത്രയും വേഗം തന്നെ ചേച്ചിയെ കണ്ടെത്തിയേ പറ്റൂ, ഈ ഒരു സിറ്റുവേഷനിൽ ചേച്ചി മറ്റെവിടേക്കും പോകാൻ പാടില്ലാത്തതാണ്, അതുകൊണ്ടാണ് അനുവിനോട് ചേച്ചിയെ കൃത്യമായി തന്നെ നോക്കണമെന്ന് ഞാൻ പറഞ്ഞതെന്ന് ശാലിനി ഓർമ്മപ്പെടുത്തി. അയ്യോ മേഡം, എനിക്ക് പെട്ടെന്ന് എനിക്ക് ഫയൽ എടുക്കേണ്ടി വന്നത് കൊണ്ട് എന്ന് അനു സങ്കടത്തോടെ പറയുമ്പോൾ, സാരയില്ല എന്ന് പറഞ്ഞ് ശാലിനി ഇനി താൻ എവിടെ പോയി അന്വേഷിക്കുമെന്നുള്ള ആശങ്കയോടെ തലയ്ക്ക് കൈവച്ചങ്ങനെ ഇരിക്കുമ്പോൾ ശാരിക കൃത്യമായി സത്യമംഗലത്തേക്ക് വന്നെത്തുന്നു. സത്യാമ്മയ്ക്ക് മുന്നിലേക്ക് വന്ന് കയറുന്ന ശാരിക അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ സത്യാമ്മ മുന്നിലേക്ക് ഇറങ്ങി വന്ന്, എന്തിനാ വന്നത്, നീ ആരെ കാണാൻ വന്നതാ? നിന്റെ അനുജത്തിയെ കാണാനാണെങ്കിൽ അവളിപ്പോ ഇവിടെയല്ല താമസം, അവൾക്ക് ഇപ്പൊ പുതിയ സംരക്ഷകരുണ്ടല്ലോ, അതുകൊണ്ട് അവിടെ പോയി അന്വേഷിക്കുക എന്നതായിരുന്നു സത്യഭാമയുടെ മറുപടി. എല്ലാം കേട്ടതോടെ ശാരിക പറഞ്ഞു, എന്റെ കുഞ്ഞ് എവിടെ? എന്റെ കുഞ്ഞിനെ അന്വേഷിച്ചാ ഞാൻ വന്നത്, എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം എന്ന് ശാരിക ആവശ്യപ്പെടുമ്പോൾ സത്യഭാമ ശാരികയോട് തട്ടിക്കയറുന്നു. നീ അതിനിവിടെ ആരെയാണ് കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ടുള്ളത്? നീയോ നിന്റെ വീട്ടുകാരും ഇവിടെ ഞങ്ങളുടെ പക്കൽ കുഞ്ഞിനെ ഒന്നും ഏൽപ്പിച്ചിട്ടില്ല. കുഞ്ഞിനെ നിങ്ങൾ ആരുടെ കൈ കൊടുത്തോ അവരോട് ചോദിക്കേ. നിന്റെ അച്ഛൻ ഇവിടെ വന്ന് നിന്റെ അനുജത്തിയുടെ കയ്യിലാണ് കുഞ്ഞിനെ നൽകിയിരുന്നത്, അതുകൊണ്ട് കുഞ്ഞെവിടെയെന്നുള്ള കാര്യം നീ നിന്റെ അനുജത്തിയോട് തന്നെ ചോദിക്കുന്ന പറഞ്ഞ് സത്യഭാമ ശാരികയോട് ദേഷ്യപ്പെടുമ്പോ ഇതിനൊക്കെ ദൃക്സാക്ഷിയായി നിൽക്കുന്ന കുഞ്ഞിനെ അവിടെ നിന്ന് എടുത്തു മാറ്റിയ രമണൻപിള്ള ആകെ സങ്കടത്തോടെ ശാരികയെ നോക്കുകയാണ്. ശാരിക അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. എനിക്കൊന്നും അറിയണ്ട, എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം, എന്റെ കുഞ്ഞില്ലാതെ ഞാൻ ഇവിടെ നിന്ന് പോവില്ല എന്ന് പറഞ്ഞ് ശാരിക കരഞ്ഞുകൊണ്ട് ആ തറയിലിരുന്നു. എന്റെ കുഞ്ഞിനെ കിട്ടാതെ ഞാൻ എവിടേക്കും പോകില്ല എന്ന് പറഞ്ഞ് ആ തറയിലിരുന്ന് സങ്കടത്തോടെ ഇരുന്ന് കരയുകയാണ് ശാരിക. ആ കാഴ്ച കണ്ട് സത്യാമ്മ വിഷമത്തോടെ പറഞ്ഞു, അതെ, നിന്റെ അനുജത്തിക്ക് കണ്ണിച്ചോരയില്ലാത്ത ഒരുവളാണ്, അതുകൊണ്ട് തന്നെ അവളുടെ പ്രവൃത്തി മൂലം ആ കുടുംബത്തുള്ള ഒരാളുമായിട്ട് യാതൊരു ബന്ധത്തിനും ഞാൻ ഇനി താല്പര്യപ്പെടുന്നില്ല. എന്റെ മോനെ ഇത്രത്തോളം ഒരു മകനെയും ഒരമ്മയും സ്നേഹിച്ചിട്ടുണ്ടാവില്ല. എന്റെ ജീവന്റെ പാതിയായിരുന്നു എന്റെ മോൻ, അവനെയാണ് ഇല്ലാതാക്കിയത്, അവനെ കൊന്നു കളഞ്ഞില്ലേ അവള്, ഒന്ന് കാണാൻ പോലും അവൾ എനിക്ക് തന്നില്ലല്ലോ, ഒരു നോക്ക് കാണാൻ പോലും അവൾ എന്റെ മോനെ എനിക്കായി മാറ്റി നിർത്തിയില്ലല്ലോ, അവള് ഒരു വട്ടം പോലും എനിക്ക് എന്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ, അവസാനമായിട്ട് കാണാനൊന്ന് അവൾ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം പോലും എനിക്ക് തന്നില്ലല്ലോ. അതുകൊണ്ട് എന്തായാലും ഇനി അവളെ ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല, ഇനി അവളെ ഈ വീട്ടിൽ ഒരു കാലത്തും കഴിയുകയുമില്ല. ഇത്രയും വലിയ ക്രൂരത, എന്റെ മോന്റെ ജീവൻ എടുത്തത് 30 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാണ്, അങ്ങനെ ഒരു ക്രൂരത കാട്ടിയ അവളെ ഒരിക്കലും ഞാൻ വിശ്വസിക്കുകയുമില്ല, ഈ വീട്ടിൽ ഇനി കയറ്റുകയുമില്ല എന്ന് പറഞ്ഞ് സത്യാമ്മ തന്റെ തീരുമാനം ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് കലിയോടെ അവിടെ ഇരുന്നു. സത്യഭാമയുടെ തീരുമാനം കേട്ട് ശാരിക അരികിലിരുന്ന് പറഞ്ഞു, സത്യാമ്മേ, എനിക്കൊന്നും അറിയണ്ട, എനിക്ക് എന്റെ മോളെ വേണം, എന്റെ മോളില്ലാതെ എനിക്ക് പറ്റില്ല, എന്റെ മോളെ എനിക്ക് കാണണം എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ശാരികയുടെ ആ സങ്കടം
അത് കാണുമ്പോൾ സത്യാമ്മയുടെ മനസ്സും സങ്കടപ്പെടുന്നുണ്ടെങ്കിലും ഇവിടെ താൻ നിരപരാധിയാണ് എന്ന് തന്നെ സത്യാമ്മ ശാരികയോട് അറിയിച്ചു. താൻ ഇതിൽ യാതൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ നിന്റെ കുഞ്ഞിനെ ആരുടെ കയ്യിൽ ഏൽപ്പിച്ചോ അവർ തന്നെ ആ കുഞ്ഞ് എവിടെ എന്ന ചോദ്യത്തിന് മറുപടി നൽകട്ടെ എന്നും ഇനി ഒരു പക്ഷെ അവളുടെ സ്വഭാവമായതുകൊണ്ട് അവൾ ഇനി ആർക്കെങ്കിലും ആ കുഞ്ഞിനെ കൊണ്ടുപോയി വിറ്റോ എന്ന് പോലും അറിയത്തില്ല എന്ന് സത്യാമ്മ ശാരികയുടെ മുന്നിൽ വെച്ച് അങ്ങനെയെല്ലാം പറയുമ്പോൾ അതെല്ലാം കേട്ടു നിൽക്കുന്ന രമണൻ പിള്ളയുടെ മനസ്സ് വല്ലാതെ സങ്കടപ്പെടുന്നു. ഈ സമയത്ത് ശിവൻ ചന്ദ്രയുടെ വരവും പ്രതീക്ഷിച്ച് അങ്ങനെ കാത്തിരിക്കുമ്പോൾ ചന്ദ്ര തിരിച്ച് വീട്ടിലേക്ക് വരുന്നതിനിടയിൽ ശാലിനിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ശാലിനി ചേച്ചി, ഇത്രയും നേരമായിട്ടും പ്രകാശ് തിരിച്ചു വന്നില്ല. പ്രകാശ് ചേച്ചിയുടെ അടുത്തേക്ക് എങ്ങാനും എത്തിയിരുന്നോ എന്ന് ചോദിച്ചപ്പോ തന്റെ അടുത്തേക്ക് വന്നില്ല എന്ന് ശാലിനി മറുപടി നൽകി. ഇതിനോടകം ഹോസ്പിറ്റലിൽ നിന്ന് ശിവന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു. ശിവൻ കോൾ അറ്റൻഡ് ചെയ്തതും ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ നിന്നാണെന്നും അവിടെ ഒരാൾ ആക്സിഡന്റ് ആയിട്ട് എത്തിയിട്ടുണ്ടെന്നും പ്രകാശ് എന്ന പേരെന്നും ഇവിടെ വരെ ഒന്ന് എത്തണമെന്നും അറിയിച്ചു. ഉടനെ എത്താമെന്ന് പറഞ്ഞ് കമലിനെയും വിളിച്ചുകൊണ്ട് അവിടേക്ക് ശിവനും കമലിനും കൂടി ഹോസ്പിറ്റലിലേക്ക് വന്നെത്തി. ഹോസ്പിറ്റലിൽ നിന്ന് ICUയിൽ നിന്ന് ഒരു സ്ട്രെച്ചറിൽ ഒരു ബോഡി പുറത്തേക്ക് കൊണ്ടുവന്നു. ദേഹമാസകലം മൂടിയിട്ട മുഖം മുതൽ കാൽപാദം വരെ അങ്ങനെ വെള്ള പുതപ്പിച്ച് കിടത്തിയിരിക്കുന്ന ആ ഒരു ബോഡിയുമായി സ്ട്രെച്ചറിൽ അവിടേക്ക് വരുന്ന ആ നേഴ്സിനോട്, ആ മെയിൽ നേഴ്സിന്റെ അരികിലെത്തി വേദനയോടെ കമലൻ ചോദിച്ചു, ചേട്ടാ ഇതെന്താ പറ്റിയത്, ആരാ ഇത് എന്ന് ചോദിച്ചതും ഇപ്പൊ ഒരു ആക്സിഡന്റ് സംഭവിച്ചതാണ്, ആള് സ്പോട്ടിൽ തന്നെ മരിച്ചുപോയി എന്ന് അയാൾ അറിയിച്ചു. അത് കേട്ടതും ആരാണെന്നറിയാതെ ആകെ ടെൻഷനോടെ ശിവനും കമലിനും നിൽക്കുമ്പോ മുഖം ഒന്ന് കണ്ടോട്ടെ, ഞങ്ങളുടെ ഒരാൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു വന്നതാണെന്ന് പറഞ്ഞ് ആ മുഖം ഒന്ന് നോക്കിയതും തുണിയൊന്ന് മാറ്റി മുഖം കണ്ടതോടെ ശിവനും കമലിനും ആകെ തകർന്നു പോകുന്നു. രണ്ടുപേരും ആകെ ഞെട്ടിത്തരിച്ച് വിശ്വസിക്കാനാകാതെ തകർച്ചയിൽ അങ്ങനെ നിൽക്കുമ്പോൾ കമലിന്റെയും ശിവന്റെയും ആ മുഖഭാവം കണ്ടതോടെ അത് അവർ പ്രതീക്ഷിച്ചു വന്ന ആള് തന്നെയാണെന്ന് അവർക്ക് മനസ്സിലായി. ഉടൻ തന്നെ ഈ വാർത്ത താൻ ആരോട് പറയും, തന്റെ അനുജത്തിയോട് എങ്ങനെ പറയും കമല എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ശിവനെ കമലൻ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഇവന് പ്രകാശിനോടൊപ്പം മധുരയ്ക്ക് പോകാനായി സന്തോഷത്തോടെ നിൽക്കുന്ന എന്റെ അനുജത്തി ഇനി എങ്ങനെ അവൾ ഇത് സഹിക്കും എന്ന് പറഞ്ഞ് സങ്കടത്തോടെ കമലിന്റെ നെഞ്ചിലേക്ക് തല ചേർത്ത് വെച്ച് പൊട്ടിക്കരയുന്ന ശിവനെ കമലിനെ ആശ്വസിപ്പിച്ചു. അപ്പോഴേക്കും ശാലിനിയുടെ ഫോൺ കോൾ ശിവനെ തേടിയെത്തി. കോൾ അറ്റൻഡ് ചെയ്ത് കമലൻ പറഞ്ഞു, ഏട്ടത്തിയമ്മേ, പ്രകാശിനൊരു ആക്സിഡന്റ് ഉണ്ടായി, എന്നിട്ട് എന്നെ ചന്ദ്ര വിളിച്ചിരുന്നോ, പ്രകാശ് ഇതുവരെയായിട്ടും അവിടെ എത്തിയില്ല എന്ന് പറഞ്ഞ് എന്താ പ്രകാശിന് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോഴേക്കും പൊട്ടിക്കരഞ്ഞുകൊണ്ട് കമലൻ പറഞ്ഞു, ഏട്ടത്തിയമ്മേ, പ്രകാശ് പോയി. അത് കേട്ടതും ശാലിനി അത് വിശ്വസിക്കാനാകാതെ തകർന്നു നിൽക്കുന്നു. ഉടൻ തന്നെ ശാലിനി ഈ ഒരു ദുഃഖവാർത്ത അറിഞ്ഞതുകൊണ്ട് ചന്ദ്ര എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയെങ്കിലും ചന്ദ്രയെ സമാധാനപ്പെടുത്താൻ താൻ ഒപ്പം ഉണ്ടാകണമെന്നത് കൊണ്ട് തന്നെ ശാലിനി വേഗം വീട്ടിലേക്ക് മടങ്ങിയെത്തി. തിരിച്ചു വീട്ടിലേക്ക് എത്തിയതും വാതിൽക്കൽ തന്നെ കാത്തു നിൽക്കുന്ന ചന്ദ്രക്കരികിലേക്ക് ശാലിനി ആകെ വിഷമത്തോടെ ചെല്ലുമ്പോൾ ചന്ദ്ര ചോദിച്ചു, ശാലിനി ചേച്ചി, എന്റെ പ്രകാശിനെ കണ്ടില്ല, ഇത്രയും നേരമായിട്ടും പ്രകാശ് ഇങ്ങോട്ട് എത്തിയിട്ടില്ല, എന്താ എന്റെ പ്രകാശിന് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയണമെന്നറിയാതെ ആകെ സങ്കടത്തോടെ നിൽക്കുകയാണ് ശാലിനി. മോളെ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴേക്കും കമലിനും ശിവനും കൂടി തിരികെ ഓട്ടോയിൽ അവിടേക്ക് വന്നിറങ്ങി. ആകെ മനസ്സ് തകർന്നു നിൽക്കുന്ന തന്റെ അനുജത്തിയോട് എങ്ങനെ ഈ വാർത്ത പറയുമെന്ന ആശങ്കയിൽ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ടും അകത്തേക്ക് കയറാതെ അവിടെ തന്നെ നിൽക്കുന്ന ശിവന്റെ അരികിലേക്ക് ഓടിയെത്തുകയാണ് ചന്ദ്ര അരികിലേക്ക് വന്ന് ശിവനോട് പറഞ്ഞു, ഏട്ടാ ഇത്രയും നേരമായിട്ടും പ്രകാശ് വന്നിട്ടില്ല, എനിക്ക് വല്ലാതെ പേടിയാവുന്നു. ഏട്ടാ എവിടെ പ്രകാശിനെ അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞല്ലേ ഏട്ടൻ ഇറങ്ങിയത്, എന്നിട്ട് പ്രകാശ് എവിടെ എന്ന് ചോദിച്ചതും ഇപ്പൊ വരും മോളെ എന്ന് മാത്രം പറഞ്ഞ് വേദനയോടെ പൊട്ടിക്കരയുന്ന ശിവനെ നോക്കി ആകെ ടെൻഷനോടെ ചന്ദ്ര കമലിനോട് ചോദിച്ചു, എന്താ കമല, എന്താ പറ്റിയത്? അപ്പോഴേക്കും പ്രകാശ് ഇനി വരില്ല എന്ന ആ മറുപടി കേട്ടതും ചന്ദ്ര ആ നിമിഷം തന്നെ ബോധം കെട്ട് നിലത്തേക്ക് വീഴുന്നു.